ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, നോക്കൂ, സ്വർണ്ണക്കൊള്ളയിൽ കുറ്റം ചെയ്തതാരായാലും രംഗത്ത് വരണം, അവരെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുമ്പോൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അവിടെ തന്ത്രി, ആ ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും ഉന്നത സ്ഥാനീയനായ വ്യക്തി, ഈ അയ്യപ്പന്റെ തന്നെ പിതൃതുല്യനായ വ്യക്തി അറസ്റ്റിലാകുമ്പോൾ എന്താണ് നിങ്ങൾക്കൊരു ശങ്ക? ഒരു ശങ്കയുമില്ല രേണു. നേരത്തെ ശ്യാംരാജു പറഞ്ഞ ഒരു കാര്യം, അതിനെ കുറച്ചുകൂടി ലീഗലായി ഞാൻ പറഞ്ഞുതരാം. ദേവസ്വം ബോർഡ് ഉണ്ടാവുന്നത് ദേവന്റെ സ്വത്ത് നോക്കാനാണ് ദേവസ്വം ഉണ്ടായത്. ആ ദേവസ്വം ബോർഡിന്റെ ആക്ട് പ്രകാരം ഇന്ത്യയിലെ തന്നെ എല്ലാ ഹിന്ദു ഡേറ്റുകളും, ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണെങ്കിലും ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് തിരുത്താം, ഇന്ത്യയിലെ എല്ലാ ഹിന്ദു ഡേറ്റുകളും മൈനറായാണ് നിയമം കാണുന്നത്. അത് അയ്യപ്പനെ അതെ, കൃഷ്ണനെ അതെ, ബാക്കി എല്ലാവരെയും മൈനറായാണ് ആര് കാണുന്നത്, നിയമം കാണുന്നത്. അപ്പൊ മൈനറിന്റെ സ്വത്തിന് ഒരു കസ്റ്റോഡിയൻ ഉണ്ടാവണം. ആ കസ്റ്റോഡിയനാണ്, അല്ലെങ്കിൽ ആ സ്വത്തിന്റെ പേരന്റാണ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വേണ്ടി നിയമം വഴി സ്ഥാപിതമായ ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണ് ദ കസ്റ്റോഡിയൻ ഓഫ് ഈ പറയുന്ന ദേവസ്വത്തിന്റെ സ്വത്തുക്കളുടെ കസ്റ്റോഡിയൻ നിയമപരമായി. ഇനി അപ്പോ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, പിതൃതുല്യൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ പിതൃതുല്യനായി ഈ പറയപ്പെടുന്ന ആരാണ് തന്ത്രി വരുന്നത്, അത് ആരാധനാപരമായാണ്, ആചാരപരമായി അദ്ദേഹം ആരാണ്, പിതൃതുല്യനാണ്. പക്ഷെ നിയമം അങ്ങനെയല്ല. നിയമപരമായി പിതൃതുല്യനായി വരുന്നത്, അല്ലെങ്കിൽ സ്വത്തുക്കൾ നോക്കാൻ ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. ദേവസ്വം ബോർഡിനെ ആകെ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണ്. ആ മന്ത്രിസഭയാണ്. ഒരു സംശയം വേണ്ട. അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോ അടുത്ത ചോദ്യം, ഈ തന്ത്രിക്ക് എന്താണ് ദേവസ്വത്തിന്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക? ദൈവത്തിന്റെ സ്വത്തുക്കളുടെ കാര്യത്തിൽ തന്ത്രിക്ക് എന്താണ് കൺട്രോൾ ഉള്ളത്? ഒരേ ഒരു കൺട്രോളാണത്, അത് അനുജ്ഞ കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് അനുജ്ഞ? അനുജ്ഞ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ദേവസ്വം ബോർഡ് ചേർന്ന് തീരുമാനിക്കുകയാണ്, നാളെ രാവിലെ ശബരിമലയിലെ ഈ 18 പടികളുണ്ടല്ലോ, ആ 18 പടികൾ വേണ്ട, അതൊരു നല്ല നമ്പർ അല്ല, അതുകൊണ്ട് 17 പടികളാക്കിയേക്കാം, ഒരു പടി എടുത്തുകൊണ്ട് പോയി നമുക്ക് ആർക്കെങ്കിലും വിറ്റേക്കാം എന്ന് അവർ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ആ പടി അവിടെ നിന്ന് എടുത്തു മാറ്റാൻ തീരുമാനിക്കുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ ഈ അനുജ്ഞ കൊടുക്കുക, അനുജ്ഞയുണ്ടോ എന്ന് നോക്കേണ്ടത് ആരാണ്? തന്ത്രിയാണ്. അനുജ്ഞ എന്ന് പറഞ്ഞാൽ തന്ത്രി നോക്കുക, ദൈവത്തിന്റെ ഹിതം അനുകൂലമാണോ, ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ അയ്യപ്പന്റെ ഹിതം അനുകൂലമാണോ? അതെങ്ങനെയാ നോക്കുക? ദൈവപ്രശ്നം വെച്ച് നോക്കും, അല്ലെങ്കിൽ പ്രശ്നം വെച്ച് നോക്കും, അല്ലെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം അത് അയ്യപ്പന്റെ ഹിതത്തിന് അനുചിതമാണോ എന്ന് നോക്കും. എന്നിട്ട് ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല എന്ന് അദ്ദേഹം പറയും. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു റോളും ഇല്ലെന്നേ. ദേവന്റെ സ്വത്ത്, ഇപ്പൊ അയ്യപ്പന്റെ വിഗ്രഹത്തിൽ ഒരു മാല കിടക്കുന്നു, ആ മാല അവിടെ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡാണ് അഡ്മിനിസ്ട്രേറ്റീവായ തീരുമാനമെടുക്കുന്നത്. അതിൽ വിശ്വാസപരമായ തീരുമാനം, അത് ദൈവഹിതം നോക്കി അയ്യപ്പന്റെ ഹിതം അനുചിതമാണോ അല്ലയോ എന്ന് നോക്കുകയാണ് തന്ത്രി ചെയ്യുക. ഇനി ഈ കേസിൽ തന്ത്രിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ, അനുജ്ഞ കൊടുത്തത് ദൈവഹിതം അനുസരിച്ചല്ലെങ്കിൽ പങ്കുണ്ടാവും. അനുജ്ഞ കൊടുത്തത് അദ്ദേഹം നോക്കിയ ദൈവപ്രശ്നം വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൈവികമായ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ വെച്ച് നോക്കിയപ്പോൾ അനുജ്ഞ അങ്ങനെ അല്ലായിരുന്നു, തിരിച്ചായിരുന്നു. എന്നിട്ടും ഇവരുമായി ചേർന്ന് 120B അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഗൂഢാലോചന അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അനുജ്ഞ കൊടുത്തുവെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റായ ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രതി ചേർക്കപ്പെടും. പക്ഷെ ഞങ്ങളുടെ ടേക്ക് എന്താണെന്ന് അറിയാമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഡിസംബർ മാസം, ക്രിസ്മസിന് ഏതാണ്ട് 2 മാസം മുമ്പ്, ക്ഷമിക്കുക 2 ആഴ്ച മുമ്പ്, കടകംപള്ളി സുരേന്ദ്രന്റെ ക്രിസ്മസ് ഇന്റർവ്യൂ എടുക്കാൻ പോയതായിരുന്നു SIT. ന്യൂസ് 18 ചില മന്ത്രിമാരുടെയൊക്കെ ഇന്റർവ്യൂ എടുത്തില്ലേ, പ്രതിപക്ഷ നേതാക്കളുടെയൊക്കെ ഇന്റർവ്യൂ എടുത്തിട്ട് ക്രിസ്മസിന് നിങ്ങളോട് മനസ്സ് തുറക്കുന്നു നേതാവ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കുന്നു. കടകംപള്ളിയെ ചോദ്യം ചെയ്യണ്ടായിരുന്നു. എന്താ വസന്ത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ ഗൂഢാലോചന 120B ചുമത്തിയാണ് ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷൻ എവിടെ നിൽക്കണം എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നത് എനിക്ക് വ്യക്തമാണ്. അത് നേതാക്കളുടെ പ്രതികരണത്തിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. എന്തുകൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ സംശയത്തിന്റെ നിഴലിൽ SITയെ നിർത്തേണ്ടുന്ന ആവശ്യം എന്നതാണ് എന്റെ ചോദ്യം വസന്തിനോടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം. തന്ത്രിയിലേക്ക് എത്തുമ്പോൾ SITയിലുള്ള വിശ്വാസ്യത നിങ്ങൾക്ക് എങ്ങനെ നഷ്ടപ്പെടുന്നു? വളരെ സ്പെസിഫിക് ആയി 2 ഉത്തരം. ഒന്ന്, തന്ത്രിയുടെ കേസിൽ മാത്രമല്ല 120B FIR ഇട്ടിരിക്കുന്നത്. തന്ത്രിയുടെ കേസിലും അതിനു മുമ്പുള്ള കോന്നി MLA പത്മകുമാറിന്റെ കാര്യത്തിലും മുൻ പത്തനംതിട്ട DC മെമ്പറും സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റുമായ N. വിജയകുമാറിന്റെ അറസ്റ്റിലും
LC മെമ്പറും കുമ്പള ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിട്ടുള്ള N വാസുവിന്റെ കേസിലുമൊക്കെ FIR-ൽ 120B-യും 466-ഉം 420-യും എല്ലാം ഇട്ടിട്ടുണ്ട്. അതായത് സമാനമായി ബഞ്ച് ഓഫ് IPC സെക്ഷൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആരെങ്കിലും ഒരാളുടെ കാര്യത്തിൽ സ്പെഷ്യലായി ഇത് കൊണ്ടുവന്നിട്ടില്ല. ഈ കേസുമായി ഉണ്ടായ എല്ലാ അറസ്റ്റിലും SIT ഉപയോഗിച്ചിരിക്കുന്നത് ബഞ്ച് ഓഫ് IPC സെക്ഷനുകളാണ്. അതിൽ 420 ഉണ്ട്, അതായത് തട്ടിപ്പ് നടത്തുക. 466 ഉണ്ട്, ഏത് വ്യാജരേഖ ചമച്ചു എന്നുള്ളതാണ് കേസ്. അതായത് വ്യാജരേഖ ചമയ്ക്കുക എന്ന് പറഞ്ഞാൽ വ്യാജ വിഗ്രഹം ചമച്ചോ എന്ന് പോലും നമ്മൾ കാണേണ്ടതായി വരും. അത് എല്ലാവരുടെ കാര്യത്തിലുണ്ടെന്നേ, അല്ലാതെ തന്ത്രിക്ക് വേണ്ടി സ്പെഷ്യലായി ഒരു വകുപ്പൊന്നും ഇട്ടിട്ടില്ല. 120B എല്ലാവരുടെ കാര്യത്തിലുണ്ട്. ഇനി അതിന്റെ ഉത്തരം ഞാൻ പറയാം. ഞാൻ ചോദിച്ചത് ക്രിസ്മസ് ഈ കുറ്റകൃത്യത്തിലെ ഇൻവോൾവ്മെന്റ് അനുസരിച്ചാണ് ഓരോ വകുപ്പുകൾ ചുമത്തുന്നതെന്നാണ് എനിക്കറിയാവുക. അല്ലാണ്ട് എല്ലാവർക്കും ഇരിക്കട്ടെ ഓരോന്ന് എന്ന് പറഞ്ഞു കൊടുക്കും എന്ന് എനിക്കറിയില്ല. വസന്ത് ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, എനിക്കറിയില്ല. എന്തായാലും ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ പോറ്റിയെ ആരവിടെ കൊണ്ടുവന്നു, ആരാണ് അവിടെ പോറ്റിക്ക് ഈ രീതിയിൽ കള്ളത്തരങ്ങൾ കാട്ടാൻ, കൊള്ള കാട്ടാനുള്ള അവസരം ഒരുക്കിയതെന്ന് പറയുമ്പോൾ പല മൊഴികളും തന്ത്രിക്കെതിരാണ്. SITക്ക് ലഭിച്ചിട്ടുള്ള പല മൊഴികളും തന്ത്രിക്കെതിരാണ്. രേണു, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഈ CPM നേതാക്കളുടെ സന്തോഷം എന്താ? തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, തന്ത്രിക്ക് ജാമ്യം നിഷേധിച്ച് അടുത്ത ദിവസം 13-ാം തീയതി കേൾക്കാം എന്ന് പറഞ്ഞ് തൽക്കാലം ജുഡീഷ്യൽ റിമാൻഡിലേക്ക് വിടുമ്പോൾ അദ്ദേഹം ഒരു ജയിലിലേക്ക് കയറി പോകുമ്പോൾ ഒരു വാതിലൂടെ തന്ത്രി കയറുമ്പോൾ N വാസുവും A പത്മകുമാറും N വിജയകുമാറും അടക്കമുള്ള CPM-ന്റെ നേതാക്കളെല്ലാം കുറ്റവിമുക്തരായി ഇപ്പുറം വഴി വരുന്ന പോലെയുള്ള ആനന്ദമാണ് CPM നേതാക്കൾക്ക് ആകെ. അയ്യോ, തന്ത്രി അറസ്റ്റ് ചെയ്തേ, അതുകൊണ്ട് CPM ഇതിൽ നിന്ന് രക്ഷപ്പെട്ടെ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ ഉള്ളിൽ കിടക്കുകയാണ്. തന്ത്രി ഉള്ളിലേക്ക് പോകുമ്പോൾ അങ്ങനെ ആരെങ്കിലും ആനന്ദം കണ്ടെത്തിയോ എനിക്കറിയില്ല. പക്ഷേ അവരാരെങ്കിലും രക്ഷപ്പെട്ടു പോകുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടോ എന്ന് തോന്നിപ്പോയി തന്ത്രിയുടെ കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് കണ്ടപ്പോൾ. ഞാൻ താങ്കളിലേക്ക് എന്തായാലും തിരിച്ചു വരാം. ശ്രീ A സമ്പത്ത്, നോക്കൂ, ഇവിടെ ഇപ്പോ തന്ത്രി അറസ്റ്റ് ചെയ്തതോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് SIT-യിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ് അവരുടെ പ്രതികരണം കാണുമ്പോൾ ഉണ്ടാകുന്നത്. തന്ത്രിയിൽ നിന്നു പോകുമോ ഈ അന്വേഷണം എന്ന് UDF വല്ലാതെ ഭയക്കുന്നുണ്ട്. മന്ത്രിമാരെ രക്ഷിക്കാനാണ് തന്ത്രിയിലേക്ക് വന്നത്, ജനശ്രദ്ധ തിരിക്കാനാണ് നീക്കം എന്നതാണ് പറയുന്നത്. ഇവരാരുമല്ല, മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെയും CPM-ന്റെയും ആളുകൾ ഉൾപ്പെട്ട കുറുവ സംഘമാണ് ഇതിന് പിന്നിലെന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെയും സോണിയാഗാന്ധിയുടെയും ഫോട്ടോ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. രേണുക, ഈ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് ഞാൻ അതിലേക്ക് കടക്കാനായി ആഗ്രഹിക്കുന്നില്ല. ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെയുള്ളൊരു വിഷയം കേരള ഹൈക്കോടതി തന്നെ അത്തരത്തിൽ നിയോഗിച്ചതായിട്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റേതായ അന്വേഷണം നടക്കുന്ന വേളയിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ SIT തന്നെ അവിടെ സമർപ്പിച്ചിട്ടുള്ള അവരുടെ സബ്മിഷൻ തന്നെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ, അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.